എനിക്കറിയടാ, നീയാണിതിന്റെ പിന്നിലെന്ന്. വിളിച്ചു കൂടാ, നീ പറ അങ്ങനെ. എന്നാലും നിനക്ക് രക്ഷയൊന്നുമില്ല. സ്റ്റേഷൻ ജാമ്യം പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ റിമാൻഡിലായി ജയിലിൽ കിടക്കും. മഞ്ജുവിനെയും സാഗറിനെയും നീ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ ജീവിക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുപോലെ തന്നെ കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും നേർക്കുള്ള നിന്റെ ഈ നോട്ടം അവസാനിപ്പിച്ചേ പറ്റൂ. എടാ, ഞാൻ ജയിൽ പുള്ളിയാവാൻ പോവാ. അങ്ങനെയുള്ള ഒരുത്തന് ഇനി എന്തും ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവും. എടാ നെഞ്ചുവാടി ക്ഷയരോഗം വന്ന് ചോര തുപ്പി ചാവണ്ടെന്നുണ്ടെങ്കിലേ മനുഷ്യനായിട്ട് ജീവിക്കണടാ. മണ്ഡലകാലമാ, ദേ മാലയിട്ടിരിക്കുക. അതുകൊണ്ട് ഈ മാർക്കോ മല ചവിട്ടുന്നത് വരെ അടങ്ങി ഒതുങ്ങി നടക്കും എന്ന ധാരണയൊന്നും നിനക്ക് വേണ്ട. ദുഷ്ടനിഗ്രഹത്തിനാ എല്ലാ ഭഗവാന്മാരും അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരെ നോവിച്ച അവൻ്റെയൊക്കെ ചങ്കിടിച്ച് വാട്ടും ഞാൻ. ഇന്നും ഞാൻ എൻ്റെ മഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എൻ്റെ ഭാര്യയാ എൻ്റെ വിശ്വസ്തനായിട്ട് നിന്നവൻ തട്ടിക്കൊണ്ടു പോയത്. നീ എന്തിനാ സാഗറിനെ വിലക്കെടുത്തത്? മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെ തമ്മിൽ വേർപിരിക്കാനല്ലേ?